അപ്പം ബിഗ് ബോസ് അഗ്നി പരീക്ഷ എപ്പിസോഡ് 6ൻ്റെ റിവ്യൂ ആയിട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് ആരൊക്കെയാണ് പുറത്തു പോയത്, എത്ര പേര് പുറത്തു പോയി, ആരൊക്കെയാണ് ഔട്ട് ഹൗസിൽ വന്നത്, അവർക്ക് കൊടുത്ത ടാസ്ക് എന്താണ്, ആർക്കൊക്കെ ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടി, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയവരുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയ പവർ എന്താണ്, ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഷോ തുടങ്ങുമ്പോൾ തന്നെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ കഴിഞ്ഞ ദിവസം ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയവരെ സ്റ്റേജിലോട്ട് വിളിക്കും. നമ്മുടെ അഫ്യാനാസിനെയും ഷിബിനേനെയും വിശാഖിനെയും ഷിജിനെയും വിളിക്കും. എന്നിട്ട് ഇവർക്ക് കൊടുക്കുന്ന പവർ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അവരെ എവിക്റ്റ് ചെയ്യൂല. അതാണ് അവർക്ക് കൊടുക്കുന്ന പവർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 4 ടീമായിട്ട് തിരിക്കാൻ പോവുകയാണ്. കാരണം ഇന്നത്തെ ടാസ്കിന് വേണ്ടിയിട്ട് 4 ടീമായിട്ട് കണ്ടസ്റ്റൻസിനെ തിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് 4 ഇമോജി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോരുത്തർ വന്നിട്ട് ഓരോ ഇമോജി എടുക്കണം. ഇതിനകത്ത് ഒരേപോലെ ഇമോജി കിട്ടുന്ന ആരൊക്കെയാണ് അവർ ഒരു ടീം. ഓക്കെ, അങ്ങനെ 6 പേര് വെച്ചാണ് ഓരോ ടീമിലും 4 ടീമാണ്. അതിനകത്ത് കിസി ഇമോജിയുണ്ട്, ആംഗ്രി ഇമോജിയുണ്ട്, വിങ്കി ഇമോജിയുണ്ട്, അതുപോലെ തന്നെ ഏഞ്ചൽ ഇമോജിയുണ്ട്. ഇതിനകത്ത് കിസി റിയാസിൻ്റെ ടീമാണ്, രഞ്ജുവിൻ്റെ ടീമാണ് ആംഗ്രി, ഏഞ്ചൽ അഖിലിൻ്റെ ടീം, പിന്നെ വിങ്കി ടീം റനീഷേൻ്റെ. ഇങ്ങനെ 4 ടീമായിട്ട് ഇവരെ തിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇവർക്കൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇവർക്കൊരു സബ്ജക്റ്റ് കൊടുത്തിട്ട് ആ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. അപ്പോൾ കുറച്ച് പേര് മാത്രമേ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് പേര് ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ അത് മാസ്ക് ഓഫ് സെക്ഷൻ ഉണ്ടല്ലോ, ആ സെക്ഷനകത്ത് ആദ്യം വന്നത് നമ്മുടെ അബ്രാമാണ്. അബ്രാമിന് കിട്ടിയ സബ്ജക്റ്റ് വിൽ പവറാണ്, ഇച്ഛാശക്തി. അബ്രാം നല്ല രീതിയിൽ അത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിയിൽ പുള്ളിക്കാരെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഷിജിൻ വന്നു. ഷിജിന് അമ്മ എന്നുള്ള ഒരു ഇതാണ് കിട്ടിയത്. അതും ഷിജിൻ സംസാരിച്ചു നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് അഫിനാസൻ കിട്ടിയത് കോൺഫിഡൻസ് ആണ്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് വിശാഖ് വന്നു. വിശാഖ് പറഞ്ഞത് കുട്ടിക്കാലത്തെക്കുറിച്ചായിരുന്നു. അത് കുറച്ചൊക്കെ നമ്മളെങ്ങനെ ഇമോഷണൽ ആക്കുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. നല്ലതായിട്ട് ആ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ല. അത് കഴിഞ്ഞിട്ട് ഷിംജിത്തിന് കിട്ടിയത് ഫ്രണ്ടാണ്, അളകനന്ദയ്ക്കും മദർ. ഇത്രയാണ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോശം എന്ന് പറയാനായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവർക്ക് ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്ന് വെച്ചാൽ ക്ലാഷ് ഓഫ് കപ്സ് ആണ്. ഇത് ശരിക്കും അഗ്നി പരീക്ഷയുടെ ഒരു ഇതിൽ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്ത ഇവർക്ക് കൊടുക്കുന്ന ടാസ്കുകളാണ്. കാരണം ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള, നമ്മൾ അഗ്നി പരീക്ഷ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ടാസ്ക് കുറച്ചെങ്കിലും ഇച്ചിരി കടുകട്ടിയായിട്ട് കൊടുക്കും എന്നുള്ളത്. ഇത് പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈ പിള്ളേരൊക്കെ കളിക്കുന്ന രീതിയിലുള്ള ടാസ്ക്കാണ് ഈ ഒരു അഗ്നി പരീക്ഷയ്ക്ക് വേണ്ടി ഇവർ കൊടുക്കുന്നത് കേട്ടോ. അതായത് ഇന്നത്തെ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ കപ്പ് നിവർത്തി വെക്കുക, കപ്പ് കമിഴ്ത്തി വെക്കുക, ഇതായിരുന്നു ഇന്നത്തെ ടാസ്ക്. അപ്പോൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം 2 ടീമാണ് ഒരേ സമയത്ത് ഇത് പ്ലേ ചെയ്യാൻ വരുന്നത്. ഇവർക്ക് കുറേ കപ്പുകൾ അവിടെ വെച്ചിട്ടുണ്ട്. 50 കപ്പുകൾ വെച്ച്, അതായത് 50 പിങ്ക് കളർ കപ്പും 50 ബ്ലൂ കളർ കപ്പുമാണ് അവിടെ വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഇവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബസർ ശബ്ദം വരുമ്പോഴത്തേക്കും ഒരു ടീം വന്ന് കപ്പ് നിവർത്തി വെക്കുക, മറ്റേത് കപ്പ് നിവർത്തി വെക്കുക, കമിഴ്ത്തുക, നിവർത്തുക, ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ ഈ നിവർത്തി വെക്കുന്ന ടീമിൻ്റേത് മറ്റേ ടീമിന് വന്ന് വേണമെങ്കിൽ കമിഴ്ത്താം. അതൊക്കെ അവരവരുടെ സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഗെയിം കളിക്കാം. ഇതായിരുന്നു ഗെയിം. ഇതിനകത്ത് ആദ്യം ഇതിനകത്ത് ഗെയിം പങ്കെടുക്കാൻ വരുന്നത് ആദ്യം 2 ടീമാണല്ലോ ഒരേ സമയം പങ്കെടുക്കുന്നത്. ആദ്യം ഇത് പങ്കെടുക്കാൻ വരുന്നത് രഞ്ജിനിയുടെ ടീമും അതുപോലെ തന്നെ റിയാസിൻ്റെ ടീമുമാണ് ആദ്യം ഇത് പങ്കെടുക്കാൻ വരുന്നത്. അതായത് കിസി ടീമും ആംഗ്രി ടീമും. അപ്പോൾ ഇതിനകത്ത് ആദ്യം 2 ടീമിൽ 6 പേര് ഇതുണ്ട്. അതിനകത്ത് 3 പേരാണ് ആദ്യത്തെ റൗണ്ടിൽ മത്സരിക്കേണ്ടത്. അങ്ങനെ അവർ മത്സരിക്കുമ്പോൾ എനിക്ക് ഈ ടീമിൽ എടുത്തു പറയേണ്ട 2 പേരുകളെന്ന് വെച്ചാൽ ഷാമോൻ്റെയും രാകേഷിൻ്റെ ആയിരുന്നു കേട്ടോ. കാരണം ഈ 2 ടീമുകളും നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചത്. പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഈ 2 പേരുകളാണ്. കാരണം രാകേഷ് റിയാസിൻ്റെ ടീമിലും ഷാമോൻ രഞ്ജനയുടെ ടീമിലുമായിരുന്നു. നല്ല രാകേഷ് സ്ട്രാറ്റജിയൊക്കെ യൂസ് ചെയ്ത് എന്നാൽ ഫെയറായിട്ട് ഫിസിക്കലൊന്നും പോവാതെ നല്ല രീതിയിൽ ആ ഗെയിം കളിച്ചു. ഷാമോനും അങ്ങനെ തന്നെയായിരുന്നു. നല്ല രീതിയിൽ ഇവർ 2 പേരും ആ ഗെയിം കളിച്ചു. അത് ജഡ്ജസ് അത് കഴിഞ്ഞതിന് ശേഷം എടുത്ത് പറയുകയും ചെയ്തു. ഈ ടീമുകളുടെ മത്സരം കഴിയുമ്പോൾ രഞ്ജനയുടെ ടീമിന് 47 പോയിൻറ്റും റിയാസിൻ്റെ ടീമിന് 43 പോയിൻറ്റുമാണ് കിട്ടിയേക്കുന്നത്. നല്ല രീതിയിൽ 2 ടീമുകളും കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അഖിലിൻ്റെ ടീമും റനീഷയുടെ ടീമും വരികയാണ്. സത്യം പറയാലോ, ഇത്ര അലമ്പ് പിടിച്ച 2 ടീമുകൾ. കാരണം അമ്മാതിരി അലമ്പായിരുന്നു. ഈ അലമ്പായിട്ടാണ് ഈ 2 ടീമുകളും ആ ഗെയിം കളിച്ചത്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ ടാസ്കേ അല്ല.
പക്ഷേ ഇവരെന്തിനാണ് ഇത്ര ഫിസിക്കൽ ആവുന്നത്, ഇത്ര അഗ്രസീവ് ആവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവർ വിചാരിക്കുന്നത് ഇതിനകത്ത് പലരും, ഇതിനകത്ത് ഈ അഗ്നി പരീക്ഷയിൽ പങ്കെടുക്കാൻ വന്ന പലരും വിചാരിക്കുന്നത് കുറേ അഗ്രഷൻ കാണിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറേ ഫിസിക്കലായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് അകത്തോട്ട് കയറാൻ പറ്റും. അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ വെച്ചിട്ടാണ് പലരും ഇവിടെ നിൽക്കുന്നത്. കാരണം ആ ഒരു ബോധം അങ്ങനൊരു ഇത് ഉള്ളത് കൊണ്ടാണല്ലോ ഇവർ ഈ ഒരു ചെറിയൊരു ടാസ്കിന് പോലും ഇത്രയും ഫിസിക്കൽ ആവാനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ പലരും ഈ രണ്ട് ടീമുകളിലായിട്ട് അൺഫെയർ ആയിട്ടാണ് ഈ രണ്ട് ടീമിലും പലരും ഗെയിം കളിച്ചത്. ആകെ ഇതിനകത്ത് ഫെയർ ആയിട്ടും നല്ല രീതിയിലും ഗെയിം കളിച്ചത് ഒരേ ആളുകൾ, അത് അഖിലിൻ്റെ ടീമിൽ എൽദോ ആയിരുന്നു. അത് ഈ ഒരു ടാസ്ക് കഴിയുമ്പം എല്ലാ ജഡ്ജസും നല്ല രീതിയിൽ ഇവരോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവർ എടുത്ത് പറയുന്നുമുണ്ട് എൽദോയുടെ പേര്. കാരണം എൽദോ നല്ല രീതിയിൽ ഫെയർ ആയിട്ട് തന്നെ കളിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ രണ്ട് ടീമുകളുടെയും ഗെയിം ടാസ്ക് അവസാനിക്കുമ്പോൾ ഇതിനകത്ത് അഖിലിൻ്റെ ടീമിന് 30 പോയിൻറ്റും റെനീഷയുടെ ടീമിന് 8 പോയിൻറ്റും ആട്ടോ ലഭിക്കുന്നത്. അപ്പം അതിനകത്ത് ആകെ എൽദോയെ മാത്രമേ എനിക്ക് എടുത്ത് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും ചുമ്മാ കളിക്കുന്ന പോലെ. കാരണം ഇതിനകത്ത് തന്നെ കുറേ പേര്, ഇപ്പോൾ അബ്രാമൊക്കെ എന്ന് വെച്ചാൽ ഇവർ സമയം, ഇപ്പോൾ അളകുന്നതൊക്കെ സമയം കഴിഞ്ഞിട്ടും നിന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിറാം എൽദോ എല്ലാം എടുത്ത് വെച്ച സാധനം ടൈം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ഇതെടുത്ത് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. പക്ഷെ അത് പിന്നീട് ജഡ്ജസ് അത് തിരിച്ചെടുത്ത് വെപ്പിച്ചു കേട്ടോ. ഇങ്ങനെ പല കാരണങ്ങളാലുമാണ് ഇവർ പലരും അൺഫെയർ ആയിട്ട് കളിച്ചെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം എൽദോ മാത്രമേ ഈ ടീമിൽ എനിക്ക് കുറച്ചെങ്കിലും നന്നായിട്ട് തോന്നിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവർ ഇൻഫിനിറ്റി പെനൻറ്റ് കൊടുക്കുന്നത് 4 പേർക്കാണ്. അതായത് 3 പേർക്കാണ് ഇന്ന് ഇൻഫിനിറ്റി പെനൻറ്റ് കൊടുക്കുന്നത്. രഞ്ജിൻ്റെ ടീമിൽ ഷാമോന് കൊടുത്തു, അതുപോലെ തന്നെ റിയാസിൻ്റെ ടീമിൽ രാകേഷിന് കൊടുത്തു. ഇവർ 2 പേരും ഡിസേർവിങ് ആണ്. കാരണം അമ്മാതിരി അടിപൊളിയായിട്ട് തന്നെ ഈ 2 പേരും ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അഖിലിൻ്റെയും റെനീഷിൻ്റെയും ടീം എടുക്കുമ്പോൾ അഖിലിൻ്റെ ടീമിൽ നിന്ന് എൽദോയ്ക്കാണ് ഇൻഫിനിറ്റി പെനൻറ്റ് കൊടുക്കുന്നത്. വേറെ ആരും ഡിസേർവിങ് അല്ല 2 ടീമുകളിലായിട്ടും. അത് കഴിഞ്ഞിട്ട് ഔട്ട് ഹൗസിലോട്ട് വിടുകയാണ്. ഔട്ട് ഹൗസിലോട്ട് ജയിച്ച ടീം തോറ്റ ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലോട്ട് വിടുക അങ്ങനെയല്ല, മൊത്തത്തിൽ നോക്കിയിട്ട് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ആൾക്കാരെയാണ് ഔട്ട് ഹൗസിലോട്ട് വിട്ടത്. ഇന്ന് ഔട്ട് ഹൗസിൽ ശരിക്കും 6 പേരെ വിട്ടിട്ടുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് അറിയില്ല. കാരണം ബാക്കിയുള്ള എപ്പിസോഡുകളിലെല്ലാം 10 പേരായിരുന്നു. പക്ഷേ ഇതിനകത്ത് 6 പേരെ വിട്ടിട്ടുള്ളൂ. ആരൊക്കെയെന്ന് വെച്ചാൽ റെയ്ബിൻ, അഭിറാം, പിന്നെ നയന, അളകനന്ദ, പ്രണവ്, അപർണ, ഇത്രയും പേരെയാണ് ഔട്ട് ഹൗസിൽ വിട്ടത്. ഇതിനകത്ത് പലരും അൺഫെയർ ആയിട്ട് ഗെയിം കളിച്ചു എന്നുള്ളതാണ് റീസൺ. അങ്ങനെ ഇവരെ ഇത്രയും പേരെയും ഔട്ട് ഹൗസിൽ വിട്ടു. ഓക്കെ, ഇനി ഇതിനകത്ത് ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തു. കാരണം ജഡ്ജസിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. കാരണം ഇവരിൽ ഞാൻ ഡിസേർവിങ് ആണ് ഇവിടെ നിൽക്കാൻ എന്നുള്ള രീതിയിൽ, അതെന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ സംസാരിച്ചു ജഡ്ജസിനെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ ബേസിലായിരിക്കും ഇവരെ എവിക്റ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം 2 പേര് വന്ന് സംസാരിക്കും. ആദ്യം വന്നത് റെയ്ബിനും അഭിരാമും കൂടെ ആയിരുന്നു. അവർ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് നയനയും പ്രണവും വന്നു. പിന്നെ അളകനന്ദ, അപർണ ഇവർ വന്നു. ഇവർ സംസാരിച്ചിട്ട് 4 പേരെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എവിക്റ്റ് ആക്കിയേക്കുന്നത്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ അപർണയെ എവിക്റ്റ് ചെയ്തു. കാരണം ആൾ ആക്റ്റീവ് അല്ല, അങ്ങനെ ആളെ കണ്ടിട്ടില്ല അധികം. പിന്നെ പ്രണവിന് ഒത്തിരി ചാൻസസ് അവർ കൊടുത്തു. പക്ഷേ പിന്നെ അവർക്കൊരു ചെറിയൊരു ഇതുണ്ട്, പ്രതീക്ഷയുണ്ട് എന്നുള്ള രീതിയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആണ്. ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ഇന്നത്തെ ടാസ്കിൽ മോശമായിരുന്നെങ്കിലും കുറച്ചൊക്കെ ഒരിതുള്ള ഒരാളാണ്. അങ്ങനെ പ്രണവിനെ സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനെ എലിമിനേറ്റ് ചെയ്തു. അത് ഈ പറഞ്ഞ പോലെ തന്നെ അധികം കണ്ടിട്ടില്ല ആ ഒരു ഇതിൽ. റേബിനും അതുപോലെ തന്നെയാണ്, അധികം ആക്റ്റീവ് അല്ല എന്നുള്ള രീതിയിലാണ്. പിന്നെ ലാസ്റ്റാണ് അഭിറാമും അളകനന്ദയും വന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഞാൻ വിചാരിച്ചത് അഭിറാമിനെ സേവ് ആക്കുമെന്നാണ്. കാരണം ഇവർ 2 പേരെയും വെച്ച് നോക്കുമ്പോൾ ഇവർ 2 പേരും ആക്റ്റീവായിട്ടുള്ളവരാണ്. പക്ഷേ ഇവരെ 2 പേരെയും വെച്ച് നോക്കുമ്പോൾ അഭിറാം ആയിരുന്നു കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. കാരണം ഇന്നാണെങ്കിലും ആദ്യം അഭിറാമിന് കൊടുത്ത ആ ഒരു സെക്ഷനൊക്കെ അഭിറാം വിൽ പവർ ആ ഒരു ഇതൊക്കെ കൊടുത്തല്ലോ, സബ്ജക്റ്റൊക്കെ കൊടുത്തതിനെക്കുറിച്ച് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അഭിറാം. അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്കും ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അഭിറാമിനെയാണ് അവർ എലിമിനേറ്റ് ചെയ്തത്. എന്നിട്ട് അളകനന്ദയാണ് അവർ സേവ് ചെയ്തത്. അപ്പോൾ ഇന്ന് സേവ് ആയത് അളകനന്ദയും പ്രണവുമാണ്. ഓക്കെ, പിന്നെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. പിന്നെ പറയുന്നുണ്ട് നാളെ വീക്കെൻഡ് വാറാണ്, അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് കുറച്ചൊക്കെ പ്രതീക്ഷിക്കാം, എന്തുവാന്ന് ആർക്കറിയാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ആൻഡ് താങ്ക് യു.